ബ്ലാക്ക് വാറന്റ് നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും പുതിയതായി റിലീസായിട്ടുള്ള വെബ് സീരീസുകളിലൊന്നാണിത്. ഇതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ കഥയൊക്കെ പറയുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഓർമ്മയിലെത്തുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു മനോരമയിലെയാണോ മാതൃഭൂമിയിലെ ആണോ എന്ന് ഓർമ്മയില്ല, ഒരു സൺഡേ സപ്ലിമെന്റിൽ വന്ന തീഹാർ ജയിലിൽ ജോലി ചെയ്ത ഒരു പോലീസുകാരൻ്റെ ഒരു ആത്മകഥയാണ്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹം തീഹാർ ജയിലിൽ ജോലി കിട്ടി. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും റെപ്രസെൻറ്റേഷനായ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിനും താഴെയുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഈ PSC വഴി ജോലി കിട്ടിയ തീഹാർ ജയിലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇയാൾ വളരെ പരിഭ്രമിച്ച് തന്നെയാണ് പോകുന്നത്. കാരണം ആദ്യത്തെ ജോലിയാണ്. കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ഒരു സൈഡിലുണ്ട്, മറു സൈഡിൽ തീഹാർ ജയിലിലാണ് ജോലി. ഇയാൾ പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഇയാളുടെ ഭയം കണ്ടിട്ടാകാം, അവിടെ ചെന്ന് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററും കാര്യങ്ങളൊക്കെ അവിടുത്തെ സൂപ്രണ്ടിൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പം അദ്ദേഹം ഇത് വാങ്ങിച്ച് നോക്കി, ഇയാളെ ഒന്ന് അടിപിടി നോക്കിയിട്ട് പറഞ്ഞു, മോനെ നിനക്ക് പറ്റിയ പണിയല്ല ഇത് സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലെ അല്ല, ഇത് തീഹാർ ജയിലാണ്, ആദ്യത്തെ പോസ്റ്റിങ്ങിനെ പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കൂടെ വന്ന രണ്ടുപേര്, ഒരാൾ പഞ്ചാബിയും ഒരാൾ ഹരിയാനക്കാരനാണ്, അവരെ അകത്തേക്ക് വിട്ടിട്ട് ഇയാൾ ഗുജറാത്തിൽ നിന്നാണ് അദ്ദേഹത്തിനടുത്ത് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. തിരിച്ചു പോകാനും വയ്യ, കാരണം അന്നേരം കുടുംബ അന്തരീക്ഷമാണ് ഇയാളുടെ മനസ്സിലേക്ക് വരുന്നത്. ഇങ്ങോട്ട് കയറാനും വയ്യ. അങ്ങനെ പകച്ചു നിന്നപ്പോൾ അവിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ എന്തോ ജയിലറിൻ്റെ എന്തോ വാതിലിൻ്റെ അവിടെ കോട്ട് സൂട്ട് നോക്കിയിട്ട് വളരെ ഗ്ലാമറുള്ള ഒരാൾ നിൽക്കുന്ന കണ്ടിട്ട് കണ്ടാൽ തന്നെ അറിയാം ഒരു സീനിയർ പോലീസ് ഓഫീസർ ആണ്. എന്ത് പറ്റി, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളൊന്നും മിണ്ടിയില്ല. അപ്പോൾ പറഞ്ഞു, നിനക്ക് ഈ ജോലി വേണോ എന്ന് ചോദിച്ചു. പുള്ളി ഇങ്ങനെ വേണം എന്നുള്ള ഒരു രീതിയിൽ വളരെ ദയനീയമായി ഇദ്ദേഹത്തിനെ ഒന്ന് നോക്കി. ഇയാളുടെ അനുവാദം പോലും ഇല്ലാതെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിലെടുത്തിട്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഈ സൂപ്രണ്ടിൻ്റെ റൂമിലോട്ട് കയറിപ്പോയി. അല്പസമയം കഴിഞ്ഞിട്ട് സർക്കിളെന്ന് തോന്നുന്ന ഒരാൾ മറ്റേ രണ്ടുപേരെയും, ഞാൻ നേരത്തെ പറഞ്ഞ ഹരിയാനക്കാരനെയും പഞ്ചാബിയെയും ഒപ്പം ഇയാളെയും കൂട്ടിക്കൊണ്ട്, ആരാണ് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന ആൾ, താനല്ലേ ഇന്ന ആൾ, അതെ അബ്ബാ. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ജോലി എടുത്തു എന്ന് മനസ്സിലായി. തിരിഞ്ഞ് ആ ശുപാർശ ചെയ്ത ആളെ നോക്കിയപ്പോൾ സൂപ്രണ്ടൻ്റെ കൂടെ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അദ്ദേഹത്തിനെ നോക്കി മുഖം കൊണ്ട് ഭയം കൊണ്ടും ഭയഭക്തി ബഹുമാനം കൊണ്ടും ഒരു നന്ദി ആംഗ്യഭാഷയെ കാണിച്ചു. പുള്ളി അത് കണ്ടില്ലെന്ന് ധരിച്ചു. പുള്ളി അവിടെ സൂപ്രണ്ടൻ്റെ കൂടെ എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത്തരത്തിൽ ഇയാൾ ജോലിക്ക് കയറി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഇവരുമായിട്ട് മറ്റ് രണ്ട് പേരുമായിട്ട് കമ്പനിയൊക്കെ ആയപ്പോൾ അവർ പറഞ്ഞു, ശുപാർശ ജോലി നിന്ന് കയറുന്നുണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ വേണോ എന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, ഞാൻ ശുപാർശയിലൊന്നുമല്ല ജോലി കയറിയ, ഞാൻ PSC ടെസ്റ്റ് എഴുതി ഇവിടെ പോസ്റ്റിംഗ് ആയിട്ട് തന്നെ വന്നതാണ്. പിന്നെ അല്ല, നിനക്ക് അവിടുന്ന് നിന്നോട് പൊയ്ക്കോളാനൊക്കെ സൂപ്രണ്ട് പറഞ്ഞില്ലേ എന്ന് കൂടെ ഉള്ളവർ ചെറുതായിട്ട് പുള്ളിയൊന്ന് കളിയാക്കി പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞ ഒന്നുമല്ല, ആ പറഞ്ഞ ഇതാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഓഫീസർക്ക് തന്നെ ഇഷ്ടപ്പെട്ട് കാണും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അകത്തിയെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിനാണോ നിങ്ങൾ ശുപാർശ എന്ന് പറഞ്ഞത്? അത് ഒരു എന്താണ്, ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്ക് എന്നോട് തോന്നിയൊരു അടുപ്പം കൊണ്ടല്ലേ. ഉടനെ മറ്റേ പഞ്ചാബിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു, ഓഫീസറോ? ആരും ആ സ്യൂട്ടിട്ട് നിൽക്കുന്ന ആളോ? മണ്ടത്തരം, മണ്ണാൻ കേട്ടാ, അത് സ്വാധീനമൊന്നുമല്ല എടോ, അതാണ് ചാൾസ് ശോഭരാജ്, സാക്ഷാൽ ചാൾസ് ശോഭരാജ് എന്ന് പറയുകയാണ്. ഇയാളിത് കേട്ട് വിറങ്ങലിച്ച് നിന്നുപോയി. ഈ സൺഡേ സപ്ലിമെന്റിൽ വന്ന ഈ ഒരു ഭാഗം ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കണ്ടു തുടങ്ങുമ്പോൾ, വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ബ്ലാക്ക് വാറന്റ്. ഇത് തന്നെയാണ് ബ്ലാക്ക് വാറന്റിൻ്റെ എപ്പിസോഡ് 1 ആരംഭം. ഇവിടെ തുടങ്ങുന്ന ഈ ഒരു സ്പിരിറ്റ് 7 എപ്പിസോഡുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ പറയാം, ഒരിടത്ത് പോലും ഒരു നമുക്കിതൊന്ന് നിർത്തണം അല്ലെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ ഒരു ഫീല് ഉണ്ടാവത്തേയില്ല. എന്നാൽ തീഹാർ ജയിലിലെ കാര്യമാണ്, ഇൻറ്റൻസാണ്, ഡാർക്കാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ ആക്ഷൻ സിനിമകളുടെ അല്ലെങ്കിൽ ഇത്തരം സ്വഭാവമുള്ള ത്രില്ലറുകളിൽ ഞാനൊരിക്കൽ അത് ഷാജി കൈലാസ്, നമ്മുടെ ഇപ്പം ഫോറിൻ മൂവീസ് ഹിന്ദി മൂവീസൊന്നും പോകണ്ട, ഇതൊരു മലയാളം ചാനലായതുകൊണ്ടും മലയാളത്തിൽ നമ്മൾ റിവ്യൂ പറയുന്നതുകൊണ്ടും പറയാണ്,
നമ്മുടെ ആക്ഷൻ ഡയറക്ടേഴ്സിൽ മുൻപന്തി നിൽക്കുന്ന ഷാജി കൈലാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരം സ്വഭാവമുള്ള സിനിമകൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ ചെയ്യുമ്പം എപ്പോഴും ഈ ഒരു ഫൈറ്റ് കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ആ ഒരു പഞ്ച് വിടാതെ ഇങ്ങനെ ഒരേ ലെവലിൽ പോകും. അല്ലാതെ കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ പടം വീഴും അല്ലെങ്കിൽ വെബ് സീരീസ് വീഴും എന്ന് പറയുന്നത് വളരെ ശരിയാണെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടെ തോന്നി. കാരണം ഇതിൽ ഇപ്പൊ തിഹാർ ജയിലാണ് അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണെന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. രണ്ട് ടീമുകൾ തമ്മിലുള്ള ക്രൂരമായ അടി വഴക്ക് ഇതൊന്നുമില്ല ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഓർക്കുകയാണെങ്കിൽ ആക്ഷൻ വളരെ കുറവാണ് എന്ന് പറയാം. ജയിൽ തന്നെയാണ് കാണിക്കുന്നത്. ജയിൽ എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ന്യൂഡൽഹിയാണ് ആദ്യ ഓർമ്മയിൽ കണ്ട ഒരു ജയിലിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്ന ഒരു സിനിമ. യശസ്വരനായ ശ്രീ ഡെന്നിസ് ജോസഫ് സാർ, കൊമേഴ്ഷ്യൽ ഹിറ്റ്സുകളുടെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്ന ഡെന്നിസ് ജോസഫ് സാറിൻ്റെ ആയിരുന്നു ന്യൂഡൽഹി. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോമഡി ഇല്ല, പാട്ടില്ല, റൊമാൻസ് ഇല്ല, ഡാൻസ് ഇല്ല, ആക്ഷനും ഇല്ല, സ്റ്റണ്ടും ഇല്ല. അതിൽ ഈ തോക്കൊണ്ടുള്ള വെടിവെപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഫിസിക്കൽ ഫൈറ്റോ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് മാസ്റ്റർ വേണ്ട സിറ്റുവേഷൻസിൽ ന്യൂഡൽഹി പോയിട്ടില്ല. സംഭവം ശരിയല്ലേ? ന്യൂഡൽഹിയിൽ നിന്ന് തിരിച്ച് ബ്ലാക്ക് വാറന്റിൽ വന്നാൽ അത് ഇതിൻ്റെ ഒരു വളരെ ഹൈ ലെവൽ വെർഷനിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഇതിൽ ജയിലിലെ ഒരു ജീവിതമോ കാര്യങ്ങളോ അങ്ങനെയും നമ്മുടെ ചിന്ത പോകും. ചിലപ്പോൾ ഇതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അല്ല, അവിടെയും എപ്പിസോഡുകളിൽ നിന്ന് എപ്പിസോഡിലേക്ക് പോകുമ്പോൾ ട്വിസ്റ്റ് നടക്കുകയാണ്. നമ്മൾ ഈ അടുത്തിടെ മലയാളത്തിൽ വളരെ ദേശീയ ശ്രദ്ധ നേടിയ സൗദി വെള്ളക്ക എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരുപാട് തെളിയാതെ കടന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടുപോകുന്ന കേസുകൾ എങ്ങനെയാണ് അതിൽപ്പെട്ടവരുടെ ഒരു ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നതെന്ന് നമ്മളെ സിനിമയെ കണ്ടു. അത്തരത്തിലുള്ള ഒരു സംഗതി ഇവിടെയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പോലീസ് ഓഫീസർ, ഈ ഗുജറാത്തിയായിട്ട് കയറുന്ന സുനിൽ ഗുപ്ത എന്ന് പറയുന്ന ക്യാരക്ടർ അവർ ജയിലിൽ ഇത്തരത്തിൽ സഫർ ചെയ്ത് ട്രയൽ വെയിറ്റ് ചെയ്ത് കിടക്കുന്നവർ, അതിൽ ചിലപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരിക്കാം, പക്ഷെ 10 വർഷമായിട്ട് ജയിലിലൊക്കെ കടന്നു പോവുകയാണ്. ഇത്തരത്തിലുള്ളവരുടെ വിചാരണയ്ക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളവർക്ക് ഒരു കുറെ കൺസിഡറേഷൻ ഒക്കെ കാണിക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കുന്നതൊക്കെ കാണിക്കുന്ന വളരെ നല്ല മുഹൂർത്തങ്ങളാണ്. അതിൽ ഒരു പോലീസുകാർക്കും അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ മോറലായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു സാമൂഹിക പ്രതിബദ്ധതയൊക്കെ ഉണർത്തുന്ന രീതിയിലുള്ള കുറേ നല്ല മുഹൂർത്തങ്ങൾ ഇതിലുണ്ട്. ഇത്തരത്തിൽ കാണിക്കുമ്പോൾ പോലും ഇവരുടെ പേഴ്സണൽ ജീവിതങ്ങളും വളരെ മനോഹരമായി ഇതിൽ കോർത്തിണക്കി പറയുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ ഷാജി കൈലാസിൻ്റെ സംഗതി പറഞ്ഞത്. കാരണം പല മലയാളം വെബ് സീരീസുകളുടെ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞ പോലെ അവിടൊക്കെ ഈ പാളിച്ചകൾ അത്തരം വെബ് സീരീസുകളിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ ഈ ഒരു സംഗതി അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഇറങ്ങാതെ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഫാമിലിയിലുള്ളവർ അല്ലെങ്കിൽ ഈ ഓഫീസേഴ്സിന്, ഇവർക്ക് 3 പേർക്ക് 3 ഫാമിലി എൻവയോൺമെൻ്റാണ് ഉള്ളത്. ഇവരുടെ 2 പോലീസ് ഓഫീസേഴ്സിന്, ഇവരുടെ സുപ്പീരിയേഴ്സിന് ഇതുപോലെ ഫാമിലി ലൈഫ് കാണിക്കുന്നത്. പക്ഷെ അതെല്ലാം പെർഫെക്റ്റ്ലി ഒരു ബോക്സിന് വെളിയിൽ പോവാതെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവർ പോകുന്നത്. ഇപ്പം ഒരു എപ്പിസോഡിൻ്റെ ടൈറ്റിൽ തന്നെ കമ്പൾ എന്നാണ്. അതായത് നമ്മൾ കമ്പിളി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. എന്താണ് ഇതിൻ്റെ ഈ ഒരു എപ്പിസോഡിന് എന്തിനാണ് ഈ ടൈറ്റിൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ജയിലിലെ കമ്പിളി വേണ്ട ഒരു അവസ്ഥയെ പറ്റിയാണ് ആ ഒരു എപ്പിസോഡിലെ ഒരു മെയിൻ ക്രക്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും തണുപ്പ് ഒരു രാത്രി വരും, അല്ലെങ്കിൽ അവരും മനുഷ്യരാണ് എന്നൊക്കെയുള്ള ഒരുപാട് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ചാൾസ് ശോഭരാജിൻ്റെ ആ വർഷത്തെ 81 തൊട്ട് 85 വരെ തിഹാർ ജയിലിൽ കിടന്നിട്ടുള്ള ഒരു ഷെയ്ഡ്സ്, എനിക്ക് തോന്നുന്നു സർപ്പൻ്റ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സെപ്പറേറ്റ്, ചാൾസ് ശോഭരാജിൻ്റെ കഥ പറയുന്ന ഒരു സെപ്പറേറ്റ് സീരീസ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ആ രൂപ സാദൃശ്യം കൊണ്ട് ചാൾസ് ശോഭരാജായിട്ട് ഇതിൽ അഭിനയിച്ച ആളാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്. ഇതിൽ ആർട്ടിസ്റ്റുകളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എപ്പിസോഡ് 7 കൊണ്ട് എൻഡ് ചെയ്യുന്നത് തന്നെ ഒരു വളരെ വളരെ പഞ്ചുള്ള ഒരു മൂഡിലാണ്. എന്നാൽ വലിയ മാസ് മൂവീസിൻ്റെ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ വീട്ടിലിരുന്ന് പോസ് ചെയ്ത് 2-3 ദിവസം എടുത്ത് കണ്ടിട്ട് പോലും ത്രില്ല് അടിച്ച് തന്നെയാണ് ഇത് ഫുൾ ബ്ലാക്ക് വാറന്റ് കണ്ടത്. നിങ്ങൾക്ക് തോന്നാം എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് റിവ്യൂസ് മാത്രം പറയുന്നതെന്ന്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും പോസിറ്റീവ് റിവ്യൂസിലേക്ക് പോകുന്നതെന്നുള്ളത്. മറ്റൊന്നുകൊണ്ടല്ല, വെബ് സീരീസുകളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ സിനിമ പോലെയല്ല. ബോറടിക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു എപ്പിസോഡ് ചോദിച്ച് നമ്മൾ നിർത്തും. നമ്മളെ ലാസ്റ്റ് എപ്പിസോഡ് വരെ കാണാൻ തോന്നത്തില്ല. അങ്ങനെ വിട്ടുകളഞ്ഞ ഒരുപാട് വെബ് സീരീസുകളുണ്ട്. ഇത് ഒരു വെബ് സീരീസിൽ 7 എപ്പിസോഡോ 10 എപ്പിസോഡോ അല്ലെങ്കിൽ 12 എപ്പിസോഡോ വരെയൊക്കെ ഒരു സീസണിൽ ഉണ്ടെങ്കിൽ അത് ഫുൾ നമ്മളെ കൊണ്ട് കാണിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് പിന്നെയും അടുത്ത എപ്പിസോഡിലേക്ക് കാണാൻ പോകണം എന്ന് തോന്നൽ തന്നെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്.
അത്തരത്തിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് സുന്ദരമായിട്ട് ഈ പത്താൻ ലോകിൻ്റെ മിർസാപൂറിൻ്റെ ഒക്കെ ആദ്യ സീസണുകളെ വെല്ലുന്ന രീതിയിൽ തന്നെയാണ് ബ്ലാക്ക് വാറണ്ട് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ആരാധകർക്ക് ഇതും കാണാം. പിന്നെ ഒരു നെഗറ്റീവ് പറയണം എന്നുള്ളത് കൊണ്ടുകൂടെ, അല്ലെങ്കിൽ അതിൻ്റെ ഇതിൽ മിസ്റ്റേക്കും ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡാർക്ക് ഇഷ്ടമല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഒരു ക്രൈം ഡ്രാമാസ്, അല്ലെങ്കിൽ ഈ അബ്യൂസീവ് ലാംഗ്വേജ്, ഈ വീട്ടിലായതുകൊണ്ടാണ് ഞാൻ എല്ലാ എപ്പിസോഡിലും എല്ലാ റിവ്യൂസിലും ഈ അബ്യൂസീവ് ലാംഗ്വേജിൻ്റെ കാര്യം പറയുന്നത്. അതൊക്കെ വളരെ ലാവിഷായിട്ടുണ്ട്. കാരണം ഞാൻ ഈ അടുത്തിടെ ഒരു കൊളീഗിൻ്റെ ഇത് റെക്കമെൻഡ് ചെയ്തപ്പോൾ അവർ ചോദിച്ചു, ഇത് കുട്ടികളിരിക്കുമ്പോൾ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതൊക്കെ ഓരോ വീട്ടിലെ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവരുടെ ആ ഒരു ഫോൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് അതൊക്കെ ഇഷ്ടംപോലെ ഇന്ത്യയിൽ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ക്രൈം ഡ്രാമ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ അല്ലാതുള്ളവർക്കെല്ലാം ഈസി ആയിട്ട് കാണാവുന്ന വളരെ 7 എപ്പിസോഡുകൾ മാത്രം ഉള്ള ഒരു സുന്ദരമായ ഒരു വെബ് സീരീസാണ് ബ്ലാക്ക് വാറണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ക്രിയേറ്റേഴ്സിൽ നിന്ന് ഇനിയും നമുക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. താങ്ക് യു.